സർക്കാർ അറിയണം കാട്ടിലെ ആദിവാസിന്റെ കോലം ചെയ്യലൊക്കെ എങ്ങനെയൊന്നും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. രാവിലെ ഒരു കട്ടച്ചാ വെള്ളം കുടിക്കത്തെ കണ്ട അരി സാധനം അവളെ ഏറ്റി പോണത് ഭയങ്കര കഷ്ട. മരുന്ന് മേടിക്കാനും അങ്ങനെ തന്നെ നടന്നു പോണം. ഏറ്റി കൊണ്ടുപോകും. പ്രസവ കേസാണെങ്കിൽ അങ്ങനെ ഏറ്റിക്കൊണ്ടു പോകും. കയ്യില് കത്തിയോ വാളോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്കിറങ്ങാറ്. മലവെള്ളപ്പാച്ചിലിൽ അലറിയൊഴുകുന്ന ചാലിയാറിന് കുറുകെ ചങ്ങാടം തുഴയുന്ന കാടിന്റെ മക്കൾ. മുണ്ടക്കൈയിൽ പൊട്ടിയ ഉരുളിനൊപ്പം ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ അവർ കരയ്ക്കെത്തിക്കുമ്പോൾ ജീവൻ പണയം വെച്ചിറങ്ങിയ ആ ഹീറോകളെ തേടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. രക്ഷാപ്രവർത്തനത്തിനുണ്ടാക്കിയ അതേ മുളച്ചങ്ങാടത്തിൽ ഞങ്ങളും ചാലിയാർ കടന്നു. രക്ഷാപ്രവർത്തനത്തിന് മാത്രമല്ല, ഏതു കുത്തൊഴുക്കിലും അതുമാത്രമാണ് കാടിന്റെ മക്കൾക്ക് ആശ്രയം. കഴിഞ്ഞ 5 വർഷങ്ങളായി ചാലിയാറിനക്കരെ 4 കോളനികളിലെ 600ഓളം പേർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആകെയുള്ള ഒറ്റ ചങ്ങാടം. ചാലിയാർ കടന്നാൽ ഫോറസ്റ്റ് ഓഫീസാണ്. സമീപത്തായി ഇരുട്ടുകുത്തി കോളനി. മറ്റു കോളനികളിലേക്ക് ഇനിയുമേറെയുണ്ട് ദൂരം. ശശിയേട്ടനൊപ്പം വാണിയമ്പുഴ കോളനി ലക്ഷ്യമാക്കി ആനത്താരകളിലൂടെ ഞങ്ങൾ നടന്നു. 2019 പ്രളയത്തിൽ ചാലിയാർ കരകവിഞ്ഞൊഴുകിയപ്പോൾ തകർന്നതാണ് വാണിയമ്പുഴ കോളനി. കൂട്ടത്തിൽ ശശിയേട്ടന്റെ വീടും. ഉരുൾപൊട്ടി വെള്ളം മലവെള്ളപ്പാച്ചിൽ വന്ന് കുറേ വീടും ആളിന് വന്ന നാശനഷ്ടം സംഭവിക്കത്തില്ല. പകല് 3 മണിക്കായതുകൊണ്ട് ആൾക്കാർക്കൊരു പ്രശ്നം, ആളെ നഷ്ടം സംഭവിക്കപ്പെടും. വാണിയമ്പുഴ കോളനിക്ക് നടുവിലൂടെ ചാലിയാർ വഴിപിരിഞ്ഞൊഴുകിയപ്പോൾ തരിപ്പപ്പൊട്ടി കോളനിയും കുമ്പളപ്പാറ കോളനിയും മറുകരയിലായി. നൂൽക്കമ്പിയിൽ തൂക്കിയിട്ട മുളമ്പാലത്തിലൂടെയുള്ള സാഹസിക യാത്ര തന്നെ വേണം ഇവർക്ക് വീടെത്താൻ. ഈ പാലത്തിന്റെ അവസ്ഥ ഇതാണ്. ഇതേമാതിരി തന്നെയാണ് താഴെ ഇവിടെ അങ്ങനെ തന്നെയാണ്. അവിടെ ഇനി പാലം തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടുന്ന് വരികയാണെങ്കിൽ ഇവിടെ വരുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. വീടുകളുടെ അസ്ഥിവാരവും തകർത്ത ചാലിയാർ കുത്തിയൊലിച്ചെത്തിയ ആ വൈകുന്നേരം വാണിയമ്പുഴ കോളനിക്കാർ മറക്കില്ല. തൊട്ടടുത്തുള്ള കുന്നിൻമുകളിലേക്ക് പ്രാണനും കയ്യിൽ പിടിച്ചോടിയതും തിരിച്ചുപോക്കില്ലാത്ത വിധം തകർന്ന കോളനിക്ക് പകരം അവരാ കുന്നിൻമുകൾ വീടാക്കി. നീല ടാർപോളിൻ ഷീറ്റ് വലിച്ചു കെട്ടി മുള തല്ലിച്ചതച്ച് ചുമരാക്കിയ ആ കൂരകളിൽ ജീവിതം തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ. എന്തെങ്കിലും ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളപ്പ ഇവിടെ പട്ടിണിക്കാൻ ആ കണ്ണിക്കൂടെ വെള്ളം നിറയാണ്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങക്ക് പേടിയാണ്. പുലി ഇറങ്ങാറുണ്ട് രാത്രി. അപ്പൊ ഞങ്ങക്ക് കയ്യില് കത്തിയോ വാളോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പുറത്തൊക്കെ ഇറങ്ങാറ്. കാടുപേക്ഷിച്ചു പോരാൻ ഇവർക്കാകില്ല. കോളനിയിലുള്ള നിരവധി കുട്ടികൾ പുഴയ്ക്കക്കരെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ മഴക്കാലമായാൽ മാസങ്ങളോളം ഇവർക്ക് അവധിക്കാലമാണ്. കോളനിക്ക് പഞ്ഞകാലവും. ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ്. സ്കൂൾ പോകണം, നെറ്റിക്കുളം പോണ്ടേ നടന്നിട്ട്. അപ്പൊ ഇപ്പൊ പോണില്ല. മഴക്കാലമാകുമ്പോൾ ഇതുപോലെ വല്ലപ്പോഴും എത്തുന്ന ഭക്ഷ്യസാധനങ്ങളാണ് ഏക ആശ്വാസം. രക്ഷാപ്രവർത്തനത്തിൽ ചങ്ങാടം തുഴഞ്ഞവരിപ്പോൾ കോളനിയിലേക്കുള്ള കടത്തുകാരാണ്. കാടിനോട് യാത്ര പറഞ്ഞ് ചാലിയാറും കടന്ന് ഞങ്ങൾ തിരികെ പോന്നു. അപ്പോഴും കാർത്തികയുടെ കണ്ണുനീർ നെഞ്ചു പൊള്ളിച്ചുകൊണ്ടിരുന്നു.